പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അതിപരിശുദ്ധവും അനുഗ്രഹവുമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തരുന്ന ഈ സുന്ദര നിമിഷം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് നമുക്കിരിക്കാം. എല്ലാവരെയും ഈ വിലയേറിയ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. നമ്മുടെ വളരെ കരുണയും മനോണന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികളുണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന ശിഹാരാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യമർത്തമറിയമേ, തമ്പുരാനെപ്പറ്റ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവേ, അങ്ങയുടെ ജീവനുള്ള വചനങ്ങളെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ഈ സമയത്തിനാണ് നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ സങ്കടങ്ങളിലും യേശുവിൻ്റെ വലിയ സ്നേഹവും കർത്താവിൻ്റെ വലിയ കരുതലും വ്യാപരിപ്പിച്ച് ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, കുടുംബത്തെ, രോഗികളായിരിക്കുന്നവരെ, ഭാരം അനുഭവിക്കുന്നവരെ എല്ലാവരെയും യേശുവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ നേരം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വചനം നൽകണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യം ചേർന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ അവന് സഹിക്കാൻ പാടുള്ളതിനപ്പുറമായിട്ടൊരു പരീക്ഷ അവൻ അനുവദിക്കുന്നില്ല എന്നുള്ള വചനമാണ് ആ ഭാഗം പറയുന്നത്. ദൈവം വിശ്വസ്തനാണ് നമ്മെ കരുതുവാൻ. അതുകൊണ്ട് അല്പസമയം നാം ധ്യാനിക്കാൻ പോകുന്നത് വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചാണ്. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദനകളോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നാം ഉറച്ച് വിശ്വസിച്ചു കൊള്ളണം, നാം ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ അവൻ സർവശക്തനാണ്. അവൻ്റെ വലിയ കരം നമ്മുടെ മേൽ ചേർത്ത് വയ്ക്കുന്ന നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകുകയാണ്. യോസേഫിൻ്റെ ജീവിതം എത്രയോ വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. യോസേഫ് ദൈവത്തോട് കൂടെ നടന്ന അനുഗ്രഹീതനായ ദൈവപൈതലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്.
പക്ഷെ അവസാനം യോസെഫിൻ്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം ദൈവം വിശ്വസ്തനാണെന്നുള്ളതാണ്. അപ്പോൾ യോസെഫിനെ പോലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ വിട്ടുമാറാതെ ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവവിശ്വാസം മുറുകെ പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായാൽ നമ്മളുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുകയാണ്. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നമ്മുടെ ഉള്ളങ്ങളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ വിശ്വാസം ഈ ദൈവബന്ധമാണ്. ഇത് നാം വാക്കുകളിൽ പറയുന്നതല്ല, നമ്മുടെ പ്രവൃത്തികളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായാൽ എത്രയോ ഉന്നതമായ ഒരു വിശ്വാസ ജീവിതമാണത്. ദൈവം നമ്മെ കരുതുമെന്നുള്ളത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. നാം ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രഥമമായ പ്രാർത്ഥന, കർത്താവേ, നീയുമായിട്ടുള്ള ഈ ബന്ധം എനിക്ക് സ്ഥാപിച്ചു തരണം. പലപ്പോഴും മനുഷ്യരെ അലട്ടുന്ന വേദന എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രയാസമോ വേദനയോ വരുമ്പോൾ ദൈവബന്ധമില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ വേദപുസ്തകം വായിക്കുക, വചനം വായിക്കുക. വചനം വായിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവബന്ധമാണ്. നമുക്ക് സ്ഥാപിച്ചു കിട്ടുന്ന ദൈവത്തിൻ്റെ ബന്ധമാണ്. നാം ഒരു പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധത്തെക്കുറിച്ച് ദാവീദ് പാടിയത് മനോഹരമായൊരു പാട്ടായിരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, നല്ല വഴികളിലൂടെ നടത്തും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ തരും. ഇത് തൻ്റെ ജീവിതത്തിൽ നിന്ന് മനോഹരമായി അദ്ദേഹം പാടി തീർക്കുകയാണ്. സങ്കീർത്തനങ്ങൾ മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദാവീദിൻ്റെ സുന്ദരമായ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും അനുഭവങ്ങളുമാണ്. വിശ്വസ്തനായ ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ഒരു നാളും തൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ ഉപേക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 2 പത്രോസ് 2:9 നമുക്കിപ്രകാരം കാണാൻ കഴിയും, തൻ്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. തൻ്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ നന്നായി ശ്രമിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം നാം ഭക്തനാണോ? ദൈവത്തിൻ്റെ ഭക്തനാണോ? ദൈവവിശ്വാസിയാണോ? ഒരു ദൈവ പൈതലാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നാം ഒരു ദൈവ പൈതലായാൽ, ദൈവഭക്തനായാൽ, നമ്മുടെ ഓരോ കാര്യങ്ങളെയും നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവമാണ്. നാം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ അവൻ നമ്മെ നടത്തുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരു ഭക്തനല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ഉള്ളങ്ങളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന, എൻ്റെ കർത്താവേ, എന്നെ നിൻ്റെ ഭക്തനാക്കി തീർക്കണമെന്നുള്ളതാണ്. തൻ്റെ ഭക്തന്മാരെ അവൻ കരുതുന്നു, വിടുവിക്കുന്നു. അത് വലിയൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഭക്തനാണോ? ദൈവത്തിൻ്റെ ഒരു മകനാണോ? ദൈവത്തിൽ ജനിച്ചവനാണോ? യേശുക്രിസ്തു ഹൃദയത്തിലുള്ളവനാണോ? ദൈവ ചൈതന്യം പ്രാപിച്ചവനാണോ? ഒരു ദൈവ പൈതലാണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ തന്നെയാണ് ദൈവസന്നിധിയിൽ ആൻസർ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവ പൈതലായി നിന്നുകൊണ്ട്, ഒരു ദൈവഭക്തനായി നിന്നുകൊണ്ട്, വിശ്വസ്തനായ ദൈവത്തിൻ്റെ ആ ദൈവബന്ധത്തെ ആസ്വദിക്കുവാനും അതിൽ ജീവിക്കുവാനും നമുക്ക് ഏറെ മനോഹരമായ രീതിയിൽ സാധ്യമാകുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ആദ്യം വായിച്ച കൊരിന്ത്യ ലേഖനം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ, 1 കൊരിന്ത്യർ 10:13 അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. പരീക്ഷ സഹിക്കുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം ഒരു വഴി കൂടി, ഒരു പോക്ക് വഴി കൂടി, അല്ലെങ്കിൽ നമുക്ക് വഹിക്കാനും കഴിയാവുന്നതിനപ്പുറമായ പരീക്ഷ അവൻ അനുവദിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടി അവൻ നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും വിശ്വസിക്കണം, നമ്മുടെ മുമ്പിൽ ഒരു വഴി അവൻ തുറന്നു വച്ചിട്ടുണ്ട്. എന്ത് വഴിയാണ്? നമ്മുടെ രക്ഷയുടെ വഴി. ഹല്ലേലൂയ. വഴിയെക്കുറിച്ച് എന്നും നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് യേശുക്രിസ്തു തന്നെയാണ്. കാരണം ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണ്. ആ യേശുക്രിസ്തു
യേശുക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വഴി ഒരുങ്ങുകയാണ്. അതാണ് പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാനായി മറ്റൊരു വഴി അവൻ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ക്രിസ്തുവിനേക്ക് നോക്കി നമ്മുടെ പ്രയാസങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും നമുക്കൊരു വഴി കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ തേജസ് അത്രത്തോളം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അബ്രഹാം എത്രത്തോളം വിശ്വസ്തയോടെ നിന്നും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വേദനയും സങ്കടവും വന്നപ്പോഴും അദ്ദേഹം ദൈവത്തോട് കൂടെ നിന്നു. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് എണ്ണി. സാറായുടെ വാർദ്ധക്യത്തിലും അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിലും അവർ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് എണ്ണി. വിശ്വസ്തയോടുകൂടെ കൂടെയിരിക്കുന്ന ദൈവത്തെ അവർ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. വാർദ്ധക്യമായി എന്നിരുന്നാൽ തന്നെയും വിശ്വസ്തയോടുകൂടെ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവത്തെ അബ്രഹാമും സാറായും കണ്ടു. അതുപോലെ അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും നിന്റെ മക്കളെ വിസ്തൃതമാക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്ത വചനത്തെ പൂർത്തീകരിച്ച് ക്രിസ്തുവിലൂടെ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അബ്രഹാമിൻ്റെ മക്കളാക്കി തീർത്തപ്പോൾ സുന്ദരമായ വാഗ്ദത്ത നിവൃത്തീകരണമാണ് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ആരാധിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ പ്രയാസങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലുമൊക്കെ നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ വിശ്വസ്തനാണ്. ഒരിക്കലൊരു സ്ത്രീയെ തൻ്റെ പാപത്തിൽ പിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന ചിത്രം നമുക്ക് നന്നായി അറിയാം. അവൾ യേശുവിന് മുമ്പിൽ കിടക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു ആ യേശു അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവുകയാണ്, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുമെന്ന്. പക്ഷെ ഘടകവിരുദ്ധമായി അവളെ രക്ഷിക്കുന്ന, അവളെ കരുതുന്ന, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കർത്താവിനെയാണ് ദൈവമക്കളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധ്യമാകുന്നത്. ദൈവം വിശ്വസ്തനാണ്. അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുണ്ട്. അവനിൽ ആശ്രയിക്കുന്ന ആരെയും അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ദാവീദ് വളരെ സന്തോഷത്തോടെ ഒരു പാട്ട് പാടിയതാണത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ട് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഇതൊരു വിശ്വസ്തനായ ദൈവം കൂടെ ഇരുന്ന അനുഭവമാണ്. എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു, ദൈവത്തിന് സ്തുതിക്കുവാനൊരു പാട്ട് തന്ന എൻ്റെ യാത്രയെ, അതായത് എൻ്റെ ഗമനത്തെ അവൻ നേരെയാക്കി തരികയായിരുന്നു. എത്ര സുന്ദരമായ പാട്ടാണ് അദ്ദേഹം പാടിയത്. എത്ര മനോഹരമായ പാട്ടാണ് അദ്ദേഹം പാടിയത്. സുന്ദരവും മനോഹരവുമായ പാട്ട് പാടിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അവൻ നമുക്കായി കരുതുന്ന ദൈവമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ വന്ന് പഠിപ്പിച്ചതാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, വിശ്വസ്തനായവൻ, ആ തമ്പുരാൻ വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ഓരോ തലങ്ങളിലും വിശ്വസ്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മുറുകെ പിടിക്കാനും അത് കാണാനും അത് തിരിച്ചറിയാനും അത് ഉൾക്കൊള്ളുവാനും ഒക്കെ നമുക്കെല്ലാവർക്കും സാധ്യമാകുകയാണ്. എത്രയോ വലിയ കരുതലാണ് ദൈവം നമുക്കെല്ലാവർക്കും നൽകിയത്. ദൈവത്തിൻ്റെ സ്തുതി. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ നിരന്തരമായി പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അറിയേണ്ട ഏറ്റവും വലിയ ചിന്ത ഇതാണ്. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കേണ്ടത് കൂടെ ഇരിക്കുന്ന ദൈവത്തെയാണ്. നമുക്കത് അനുഭവം അല്ലെങ്കിൽ ചോദിക്കണം, കർത്താവെ, വിശ്വസ്തനായി കൂടെ ഇരിക്കുന്ന അങ്ങേ കൂടുതലായി അനുഭവിക്കുവാൻ എനിക്ക് ഇന്ന് രാത്രിയുടെ യാമം ഭാഗ്യം തരാമോ? ഇതൊരു വലിയ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ ചോദ്യമാണ്. അവൻ നമ്മെ കരുതുന്നുണ്ട്, അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹം കുറുകിപ്പോയിട്ടില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറുകയില്ല. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കിയ തമ്പുരാനാണ്. എല്ലാത്തെയും ഒരുമിപ്പിച്ച തമ്പുരാനാണ്. അവൻ്റെ സ്നേഹം എത്ര വലുതാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ സ്നേഹത്തിൻ്റെ അനുഭവമാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം നാം ഓരോരുത്തരും മറന്നു പോകരുത്. എത്രയോ വലിയ സ്നേഹവും കരുതലുമാണ് യേശു നമുക്കായി നൽകിയത്. കാൽവരി കുരിശ് നമുക്ക് തരുന്ന സന്ദേശം വിശ്വസ്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്.
കാരണം നമുക്കറിയാം, കാൽവറി കുരിശൊരു പരീക്ഷയായിരുന്നു. ആ പരീക്ഷയിലേക്ക് പോകുമ്പോൾ യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അങ്ങേക്ക് ഹിതമാണെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പാനപാത്രം നിന്ന് മാറ്റണം. പ്രാർത്ഥനയുടെ ഒടുവിൽ യേശു പറയുകയാണ്, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കാൽവറിയുടെ ആ മഹോന്നതങ്ങളിലേക്ക് കയറി ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെയും അവിടെ തീരുകയാണ്. യേശുവിനെ ക്രൂശിൽ തറയ്ക്കുകയാണ്. വളരെ വേദനയോടുകൂടി ഇരുന്ന തമ്പുരാൻ അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ ലോകം കണ്ടത് പിതാവ് കൈവിട്ട യേശുവിനെയാണ്. പക്ഷേ 3-ാം ദിവസം യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ നമ്മെ കാണിച്ചത് കൂടെ ഇരിക്കുന്ന ദൈവത്തെയാണ്, വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ലാസറിൻ്റെയും അല്ലെങ്കിൽ മർത്തയുടെയും മറിയമ്മയുടെയും വീട്ടിലേക്ക് അവർ പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവർ യേശുവിനോട് കൂടെ നടന്ന കുടുംബമായിരുന്നു. യേശുവിനോട് കൂടെ നടന്ന കുടുംബത്തിൽ ഇതാ ഒരു വേദന കടന്നു വരികയാണ്. ചിന്തിച്ചു നോക്കിക്കേ, യേശുവിനോട് ഏറ്റവും അടുത്ത് നടന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വേദന കടന്നു വരികയാണ്. ഓർക്കൂ, ആളുകളെല്ലാം ചോദിക്കും, ഒരു ദൈവത്തോട് കൂടെ നടന്നിട്ട് എന്തിനാണ് ഇത്ര വലിയ കഷ്ടത, എന്തിനാണ് ഇത്ര വലിയ വേദന? ഈ ചോദ്യം വലിയൊരു ചോദ്യമായിട്ട് അനേകരുടെ മനസ്സിൽ വരുന്നതാണ്. പക്ഷേ യേശു അതിന് ഉത്തരം നൽകി. എന്താണ് ഉത്തരം? വിശ്വസ്തനാണെന്നുള്ളതാണ്. യേശു അവരുടെ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ പ്രയാസത്തോട് ചേർന്നിരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അവനിൽ ആശ്രയിക്കുന്നവർ ആരും ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വരാം, ഒരു പ്രയാസം വരാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ ബുദ്ധിമുട്ടിലും അവൻ നമ്മെ വിട്ടുമാറുകയില്ല. യേശു നമ്മോട് കൂടെ ഉണ്ടാകും. കർത്താവ് നമ്മെ അരികെ വരും. അവൻ വിശ്വസ്തനാണ്. അവനെ അന്വേഷിക്കുന്നവരെ അവന് മറന്നു കളയാൻ പറ്റില്ല. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിനെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചത് അവൻ്റെ വിശ്വസ്തതയെ മുൻനിർത്തിയിട്ടാണ്. ഹല്ലേലൂയ. പറഞ്ഞാലും ഒരു ഹല്ലേലൂയ. അവൻ്റെ വിശ്വസ്തതയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ അവൻ നമ്മെ പഠിപ്പിച്ചത്. കാരണം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ അവൻ നിശ്ചയമായി ഉത്തരം തരും എന്നതിൻ്റെ തെളിവാണ് സക്കായിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. സക്കായി ഒരു വട്ടം യേശുവിനെ കാണാൻ പരിശ്രമിച്ചു, പരാജയപ്പെടുകയാണ്. കാരണം അവൻ ആളിൽ കുറിയവനായിരുന്നു, അവന് പൊക്കമുണ്ടായിരുന്നില്ല. അവനവിടെ പരാജയപ്പെട്ടു വാസ്തവത്തിൽ. പക്ഷേ ശ്രദ്ധിച്ചു നോക്കൂ, അവൻ വീണ്ടും മുന്നോട്ടോടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് യേശുവിനെ കാണാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. അവനെ അന്വേഷിക്കുന്നൊരു സക്കായിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയും ഒരു നാളും നശിച്ചു പോവുകയില്ല. ഹല്ലേലൂയ. യേശു സക്കായി ഇരുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി സക്കായി ഇറങ്ങി വാ എന്ന് പറഞ്ഞെങ്കിൽ അത് നമുക്ക് തരുന്ന സന്ദേശം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. അവൻ വിശ്വസ്തനാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനോട് കൂടെ ഇരുന്ന് അത്താഴം കഴിച്ച് അവൻ്റെ ജീവിതത്തെ ഏറെ ഉന്നതമാക്കുന്ന ദൈവത്തെ നാം കാണുകയാണ്. വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം പലപ്പോഴും വലിയ പ്രതിസന്ധികളിലായി ഇസ്രായേൽ ജനം. ഒന്ന്, അവര് വലിയൊരു ചെങ്കടലിൻ്റെ മധ്യയാകുകയാണ്. ഈ ചെങ്കടലിൻ്റെ മധ്യേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ പ്രതിസന്ധി വരികയാണ്. കാരണം
മുമ്പിൽ വലിയ കടൽ, പുറകോട്ട് നോക്കുമ്പോൾ ഫറവോൻ്റെ സൈന്യം വരുന്നു. ഇതാ ഇവിടെ മുങ്ങിച്ചാകാൻ പോകുന്നു. പ്രതിസന്ധിയാണ്. പലരും പിറുപിറുത്തു. പക്ഷേ ദൈവം മോശയെ വിളിച്ചത് അവനെ ബലപ്പെടുത്തിക്കൊണ്ടായിരുന്നു. വിശ്വസ്തനായ ദൈവം അവനെ കരുതി. മോശയുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ശക്തി അവിടെ വെളിപ്പെടുകയാണ്. വിശ്വസ്തനായവൻ ആ ജനത്തോട് കൂടെ ഇരുന്ന് ആ ചെങ്കടലിലൂടെ അവരെ നടത്തിയതുപോലെ പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളിൽ നമ്മെ വഴി നടത്തുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രതിസന്ധികളും, വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഒക്കെ ആകുമ്പോൾ വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുകയാണ്. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാരെ അവൻ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നുവെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. ഒരു ഭക്തിയായ സ്ത്രീ ഹന്ന ദേവാലയത്തിൽ വന്ന് തൻ്റെ കണ്ണുനീർ സമർപ്പിച്ചപ്പോൾ അവളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധ്യമാകുകയാണ്. തൻ്റെ ഭക്തനെ, തന്നോട് പ്രാർത്ഥിക്കുന്നവരെ, തൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നവരെ, ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ദൈവമക്കളെ അവൻ കരുതാനും സംരക്ഷിക്കാനും കൂടെ ഇരിക്കാനും വഴി നടത്താനും ഏറ്റവും വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊള്ളുക. എന്തുകൊണ്ടെന്നാൽ ദൈവം ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജീവിക്കുന്നു. അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കിയ തമ്പുരാനാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കിയ തമ്പുരാനാണ്. ഒട്ടും കുറവില്ലാതെ അവൻ നമ്മെ അനുഗ്രഹിക്കും. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും, നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകളിലും, നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിലും അവൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കൂ, ദൈവം നമ്മോട് കൂടെ. വിശ്വസിക്കുക, ദൈവം നമ്മെ വല്ലാതെ ബലപ്പെടുത്തുകയാണ്. കുറുകിപ്പോകാത്ത കരം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായി പോയിട്ടുമില്ല. പ്രിയപ്പെട്ടവർ, എന്നാൽ ചിലപ്പോഴൊക്കെ എൻ്റെ പാപം എന്നെ അവനിൽ നിന്ന് അകറ്റിക്കളയുന്നു. വിശ്വസ്തനായ ദൈവം അവിടെയുണ്ട്. പക്ഷേ ഞാൻ അവനിൽ നിന്ന് അകന്നു പോവുകയാണ്. വിവിധ രീതിയിലുള്ള പാപങ്ങളിലൂടെ, വിവിധ രീതിയിലുള്ള തെറ്റുകളിലൂടെ, വിവിധ രീതിയിലുള്ള തിന്മകളിലൂടെ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ട് നാം ഇന്ന് വിശ്വസ്തയോടുകൂടെ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എൻ്റെ കർത്താവേ, നീ എൻ്റെ കൂടെ എപ്പോഴും വേണം. ഹല്ലേലൂയ. നമ്മളിന്ന് അനുഭവിക്കുന്ന വേദന, സങ്കടം, അത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് പറയണം, കർത്താവേ, നീ വാസ്തവമായി ഈ പ്രയാസത്തിൽ നിൻ്റെ കരം വയ്ക്കണം. നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ നമ്മെ ഉള്ളം കരങ്ങളിൽ വഹിച്ച് നടത്തും. ഉള്ളം കരങ്ങളിൽ വഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ നമ്മെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു തെറ്റും കൂടാതെ, ഒരു തിന്മയും കൂടാതെ, ഒരശുദ്ധിയും കൂടാതെ തമ്പുരാൻ നമ്മെ വല്ലാതെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് അവനെ സ്തുതിക്കാനായിട്ട് സാധ്യമാകട്ടെ. നാം ചിന്തിച്ചത് വിശ്വസ്തനായ ദൈവത്തെ അനുഭവിച്ചറിയുക. ഒരു വചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക, അവൻ കൂടെ ഇരിക്കുന്നത് തിരിച്ചറിയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഐസിയുയിലാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അമ്മയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് വല്ലാത്ത വിഷമം വരികയാണ്. കാരണം എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ ഭാരമുണ്ട്. അങ്ങനെ ഇരിക്കവേ ഞാൻ ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടാമത്തെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അതായത് മൊബൈലിൽ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ ബലം കടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്തു. വലിയ കോൺഫിഡൻസ് വരുന്നതായിട്ട് ഫീൽ ചെയ്തു. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, അതുകൊണ്ട് അത് ഞാൻ അനുഭവിച്ച് പറയുകയാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ച് നമ്മെ വഴി നടത്തി
നമ്മെ സഹായിക്കുന്ന കർത്താവാണ്. അവൻ നമ്മെ ബലപ്പെടുത്തും. നമ്മൾ അനുഭവിച്ചറിയുവാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ വേദനകളിലും, എല്ലാ സങ്കടങ്ങളിലും, എല്ലാ നൊമ്പരങ്ങളിലും അവൻ്റെ പൊന്നുകരം നമ്മോട് ചേർന്നിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ വിശ്വസ്തനായ ദൈവമാണ്. നാം സ്തുതിക്കുകയും നാം ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഈ പ്രയർ റിക്വസ്റ്റ് വയ്ക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവം കൂടെ ഇരിക്കുവാൻ. അമ്മയുടെ പേര് മേരി എന്നാണ്. ദൈവം കൂടെ ഇരിക്കുവാൻ, ദൈവം അമ്മയെ ബലപ്പെടുത്തുവാൻ, ദൈവഹിതം പോലെ അനുഗ്രഹമായി വരുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വഴികളിലും സ്വർഗം ഇറങ്ങി വരുവാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമല്ലോ. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും പ്രിയപ്പെട്ടവരെ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവം വിശ്വസ്തനാണെന്ന് നാം നമ്മുടെ അനുഭവങ്ങൾ തിരിച്ചറിയണം. വലിയ സാക്ഷ്യമായി മാറുവാനും വലിയ അനുഗ്രഹമായി മാറാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു നാളും ആരെയും ഉപേക്ഷിക്കുന്നില്ല. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുവാകിയ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഇത് നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗിക തലങ്ങളിൽ ഏറെ ഭാരമുള്ള ചിന്തകളാണ്. അപ്പോൾ അവിടെ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുവാൻ ഇടവരട്ടെ. അതായത് നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ മേൽ ഇടുവാനുള്ളൊരു എക്സ്പീരിയൻസ് നിരന്തരമായ പ്രാർത്ഥനാ യോഗങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. വാസ്തവത്തിൽ നമുക്കത് സാധ്യമാകാറില്ല. ഞാൻ ഉൾപ്പെടെ നമ്മൾ പിറുപിറുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവമേ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കാറുണ്ട്. നീ എന്തിനാണ് ഇത് അനുവദിച്ചതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അവനെ ആരാധിക്കുവാനും സംഗതിയാകട്ടെ. എത്ര വലിയ കരുതലാണ് ദൈവം നമുക്കായി കരുതിയിരിക്കുന്നത്. തൻ്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഓരോ മനുഷ്യരെയും കരുതുന്ന, അതായത് ഇരുട്ടിലാകിയ നമ്മുടെയൊക്കെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ അവനിതാ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി ഉദിച്ചിരിക്കുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകളിലും സങ്കടങ്ങളിലും ഭാരങ്ങളിലും അവനൊരു വെളിച്ചമായി നമ്മോട് കൂടെ ഉണ്ടാകും. നാം ഇരുട്ടിലാകുമ്പോൾ, നാം സങ്കടത്തിലാകുമ്പോൾ, നാം വേദനയിലാകുമ്പോൾ നമ്മുടെ വലിയ പ്രാർത്ഥന ഇത് തന്നെയാകണം. എന്താണ് ആ പ്രാർത്ഥന? കർത്താവേ, അങ്ങ് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. ഒരു വചനം നിങ്ങൾക്കറിയില്ലേ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം. ജീസസ്, എത്ര വലിയ വാക്കാണത്! നമുക്കറിയാം, വെളിച്ചം, ലൈറ്റ് നമ്മുടെ ചുറ്റുപാടുണ്ട്. പല രീതിയിലുള്ള വെളിച്ചങ്ങൾ കാണാൻ കഴിയും. ദാറ്റ് മീൻസ് ഒരു പ്രസൻസ് കാണാൻ പറ്റും. പക്ഷേ അത്ഭുത പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മെ ഗൈഡ് ചെയ്യുന്ന, നമ്മെ ആകെ മാറ്റുന്ന, നമുക്ക് ശോഭ തരുന്ന. നമുക്കറിയാം, കൂടാര പെരുന്നാൾ അല്ലെങ്കിൽ മറുരൂപ മലയുടെ ആ സമയം അവിടെ ആർക്കും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെയും മോശയുടെയും ഏലിയാവിൻ്റെയും യേശുവിൻ്റെയും വസ്ത്രം അത് വെണ്മയുള്ളതായി മാറുന്നത് വേദവസ്തുവാണ്. അത്ഭുത പ്രകാശം, രൂപാന്തരം നൽകുന്നതാണ് അത്ഭുത പ്രകാശം. മദ്യപാനിയുടെ മദ്യപാനം മാറ്റുന്നത്, രോഗങ്ങൾ സൗഖ്യമാക്കുന്നത്, ഒരു വിശുദ്ധ ജീവിതം തരുന്നത്, അതാണ് അത്ഭുത പ്രകാശം. ദൈവം എത്ര വിശ്വസ്തനാണ്! അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. പെറ്റമ്മ മറന്നാലും തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം നമ്മെ കൈവിടുകയില്ല. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തോടുകൂടെ ഇരിക്കാൻ കഴിയണം. അത്ഭുത പ്രകാശം, ആ അത്ഭുത പ്രകാശത്തിൽ ജീവിച്ച് ബലപ്പെട്ടു പോകാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്, അവൻ എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ ചൂസ് ചെയ്തതല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അവനോട് ചേർന്ന്, വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് അവൻ്റെ ഫലം കായ്ക്കുവാൻ, 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ, പ്രയോജനമുള്ള ജീവിതങ്ങളായി മാറുവാൻ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടന്നു വരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹത്തോട് വിളിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ വിളി കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവനെ ഒന്ന് ആരാധിക്കാം. അവൻ എത്ര വലിയ സ്നേഹമാണ് നമുക്ക് ഏവർക്കുമായി നൽകിയത്.
അവൻ്റെ കരുതൽ എത്ര വലുതാണ്. അവനൊന്നുമില്ലായ്മയിൽ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ, ഇത്രത്തോളം സംരക്ഷിച്ചില്ലേ, ഇത്രത്തോളം വഴി നടത്തിയില്ലേ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയണം. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഇത്രത്തോളം നടത്തി. ഇതായിരിക്കണം നാം അവനോടുള്ള ബന്ധം. അവനോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ട പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളും. വിശ്വസ്തയോടെ കരുതിയ ദൈവം. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുള്ള അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. വിശ്വസ്തനായ ദൈവമാണ് ഇതെല്ലാം പറഞ്ഞത്. തൻ്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, തൻ്റെ ഭക്തന്മാർക്ക് പരീക്ഷയോടുകൂടെ പോംവഴി ഒരുക്കി കൊടുക്കുന്ന ദൈവം, സഹിക്കാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ കൊടുക്കുന്ന ദൈവം, കൂടെ ഇരുന്ന് വഴി നടത്തുന്ന വിശ്വസ്തനായ ദൈവം, പരീക്ഷകളിലൂടെ വളർത്തുന്ന ദൈവം, വിശ്വാസ ജീവിതത്തിൽ ബലം നൽകുന്ന ദൈവം, കൂടെ ഇരുന്ന് സഹായിക്കുന്ന കർത്താവ്, ജീവനുള്ള ദൈവം. അവനെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര ആരാധിച്ചാലും മതി വരികയില്ല. അത്രത്തോളം അവൻ നമ്മെ കരുതിയിരിക്കുന്നു, അത്രത്തോളം അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു, അത്രത്തോളം അവൻ നമ്മെ വഹിച്ചിരിക്കുന്നു. അവൻ്റെ കരങ്ങളിൽ നാം എത്രയോ മനോഹരമായി ജീവിക്കുന്നു. ദൈവത്തെ നമുക്ക് ആർത്തുപാടി സ്തുതിക്കാം, ആർത്തുപാടി മഹത്വീകരിക്കാം. നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നല്ലവനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവം വിശ്വസ്തനാണ്. ഇന്നയോളം അവൻ നമ്മെ പരിപാലിച്ചെങ്കിൽ ഇനിയും അവൻ നമ്മെ പരിപാലിക്കും. ഇത്രമേൽ നമ്മെ നടത്തിയെങ്കിൽ, ഇതുവരെയും അവൻ നമ്മെ സംരക്ഷിച്ചെങ്കിൽ ഇനിയും നടത്താൻ അവൻ എത്രയോ മതിയായവനാണ്. അവൻ അസാധ്യമായും യാതൊരു കാര്യവുമില്ല, അവന് കഴിയാത്തതായി ഒരു സംഗതിയുമില്ല. വിശ്വസ്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കുവാനുള്ള ഒരു നാഴിക കൂടിയാണ് ഇത്. നമുക്കറിയാം, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ശുഭകരമായ ആശ്വാസവചനം തന്നെയാണത്. ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര മനോഹരമായ സ്പിരിച്വൽ തിങ്കിങ് ആണ് അതിലൂടെ നമുക്ക് സ്വീകരിക്കുവാനും മനസ്സിലാക്കാനും കഴിയുന്നത്. എത്ര മനോഹരം, സുന്ദരമായ സ്പിരിച്വൽ തോട്ട് അല്ലേ? അത് എത്ര ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. യേശുവിലുള്ള ജീവിതം, ആശ്വാസ ജീവിതം അനുഭവിപ്പാനും ബലപ്പെടാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള നാഴിക കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്ലീഹായോട് പറയുന്നൊരു വാക്കുകൂടി ധ്യാനിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ശ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ പറയണം, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. വേദനയിൽ അവൻ്റെ കൃപ നമുക്ക് നൽകും. കൃപ നമ്മിൽ ഇറങ്ങുമ്പോൾ നാം ആത്മസന്തോഷമുള്ളവരായി മാറും, വിടുതൽ പ്രാപിച്ചവരായി മാറും, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും, ശ്രേഷ്ഠരായി മാറും, ഉന്നതരായി മാറും. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവത്തെ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ. ഈ മിനിസ്ട്രി, ഈ പ്രാർത്ഥനായോഗം, ഈ കൂട്ടായ്മ വിശ്വസ്തനായ ദൈവത്തെ അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കൂട്ടായ്മയെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഇടമാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ശിരസ്സുകൾ നമിക്കാം. കർത്താവേ, അങ്ങയുടെ വലിയ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് വിശ്വസ്തനായ ദൈവത്തെ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നീ കരം വെച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നീ വഴി നടത്തി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നിൻ്റെ കൃപയാൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളിൽ നീ സൗഖ്യമയക്കണമേ. ഞങ്ങൾ ആദ്യം പറഞ്ഞ പ്രാർത്ഥന വിഷയം, ദൈവമേയുടെ എൻ്റെ അമ്മയുടെ ഗുരുതരമായ രോഗാവസ്ഥയിൽ യേശുവിൻ്റെ കരം വെച്ച് ദൈവഹിതത്തിനൊത്തുകൊണ്ട് നടത്തണമേ. എല്ലാ വശങ്ങളെയും യേശു അത്ഭുതകരമായി അനുഗ്രഹിക്കണമേ. ഗോഡ് ജീസസ്, നിനക്ക് അസാധ്യമായി ഒരു കാര്യമില്ലല്ലോ. ദൈവത്തിൻ്റെ ഒരു മിറക്കിൾ എല്ലാ ദിശകളിലും വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും സാമ്പത്തികമായി ഞെരുങ്ങുന്ന എല്ലാ ആളുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തനായ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ച്
ശക്തമായി വളർന്ന് ബലമുള്ളവരായി മാറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വസ്തയോടെ അങ്ങ് നിൽക്കുന്നു കണ്ടുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വീട്ടിലുള്ളവരെ, ഞങ്ങളുടെ ചാർച്ചക്കാരെ, ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ നീ ശുശ്രൂഷ സ്പോൺസർ ചെയ്യുന്ന കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ സഹകരിച്ചു നിൽക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, അടിയൻ്റെ കുടുംബത്തിൻ്റെ തിന്മകൾ ക്ഷമിക്കപ്പെടുവാൻ, അടിയൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറുവാൻ ഈ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ വിഷയത്തെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ, ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ കൂട്ടായ്മ, ഈ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ജീവിക്കുന്നു. കർത്താവിന് സ്തുതി, കർത്താവിന് മഹത്വം. തമ്പുരാനെപ്പറ്റ അമ്മയുടെ മാധ്യസ്ഥത, സ്ലീഹന്മാരുടെ, പ്രത്യേകാൽ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാവായുടെ മാധ്യസ്ഥത, സകല പരിശുദ്ധന്മാരുടെയും മാധ്യസ്ഥത, സഭയുടെ വലിയ പ്രാർത്ഥന ഈ കൂട്ടായ്മയ്ക്കുണ്ടാകുവാൻ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗാവസ്ഥകൾ കർത്താവ് കരം വയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ ശുശ്രീക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യ മർത്തം പറയുന്ന നമ്പുരാനെപ്പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തിയ കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.